ഈ വർഷത്തെ പൂരമഹോത്സവം 2025 മാർച്ചിൽ 4 കൊടിയേറി 9 പൂരം, അങ്ങനെ വിവിധ കലാപരിപാടികളോടെ ആരംഭിക്കുന്ന ഒരാഴ്ചക്കാലം ആഘോഷരാവുകളാണ്. നമുക്ക് ഉത്സവത്തിൻ്റെ ലഹരിയാണ്. ഗ്രാമങ്ങൾ തോറും ഉത്സവങ്ങളുടെ ഒരു ഗംഭീര ലഹരി തന്നെയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും മറ്റു പരിപാടികളെക്കുറിച്ചും നമുക്ക് ക്ഷേത്രം സെക്രട്ടറിയോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏഷ്യയിൽ ഏറ്റവും ഭാരം കൂടിയ ഗുരുവായൂർ നന്ദനാണ് ഈ തവണത്തെ എഴുപ്രത്തമ്മയുടെ ഇടംപേറ്റുന്നത്. അത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഭാരം കൂടിയ ആനയാണ്. ബാക്കി കാര്യങ്ങൾ വീണ്ടും നമുക്ക് സെക്രട്ടറിയിലേക്ക് പോകാം. 2025 എഴുപ്രം പൂരം. എഴുപ്രം പൂരത്തിന്റെ ആഘോഷങ്ങൾ തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം നോട്ടീസുമായിട്ട് 7 ആഴ്ചയോളം നമുക്ക് സമ്പർക്കം നടത്താൻ സാധിച്ചു. ഇന്നതിൻ്റെ അവസാന ദിവസമാണ്. ഏപ്രിൽ 3-ാം തീയതി ശുദ്ധി കലശത്തോടു കൂടി 4-ാം തീയതി വൈകിട്ട് കൊടിയേറ്റും. അതുപോലെ തന്നെ ഏറ്റവും വിശേഷം അറിയിക്കുന്ന ഉത്സവബലി 7-ാം തീയതിയാണ്. 9-ാം തീയതി 11 ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരമഹോത്സവം. എറണാകുളം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന പൂരങ്ങളിലൊന്നായ എഴുപ്രം പൂരം. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ 2 ക്ഷേത്രങ്ങൾക്കാണ് 11 ആന എഴുന്നള്ളിക്കാനുള്ള അനുമതി ജില്ലാ അധികാരികൾ നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാണ് എഴുപ്രം ക്ഷേത്രം. ഈ ഗ്രാമങ്ങളിലെല്ലാം ഒരു ഉത്സവ ലഹരിയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടായി ബന്ധപ്പെട്ട് പന്തലിൻ്റെ അവസാന മിനുക്കുമണിയിലാണ്. അതുപോലെ തന്നെ ക്ഷേത്രം ക്ലീനിങ്ങും അത്യാവശ്യം നമ്മുടെ ഉത്സവം കൊണ്ടാടുന്ന ഗ്രൗണ്ടുകളെല്ലാം ശുദ്ധീകരിക്കുന്ന അവസാന നിമിഷത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉത്സവത്തിലേക്ക് എല്ലാവരെയും ക്ഷേത്രം സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഇതൊരു ഗംഭീരമാക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.